ശബരിമല തന്ത്രി നിയമനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് ചേരും. യോഗ തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. കണ്ഠരര് രാജീവരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ 3 അംഗ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനം. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നിർണായകമായൊരു യോഗം, നിർണായകമായൊരു തീരുമാനം കൈക്കൊള്ളാൻ ഒരുങ്ങുകയാണ്. ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? ഹൈക്കോടതിയിൽ എപ്പോഴാകും ഈ തീരുമാനം അറിയിക്കുക? അപ്പം ബ്രഹ്മദത്തനാകുമല്ലേ തന്ത്രി? അതിൽ മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ശ്യാമേ? അശ്വതി, അമൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്ത്രി നിയമനത്തിൽ ഇന്ന് നിർണായകമായ ബോർഡ് യോഗം ചേരും. രാവിലെ 10 മണിയോടുകൂടി തന്നെ ബോർഡ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 3 അംഗ സമിതിയെ നിലവിൽ ദേവസ്വം ബോർഡ് ഈ ഒരു താന്ത്രിക കാര്യങ്ങളിൽ നിലവിലെ ചുമതലകൾക്കായി ഒരു പേര്, അതായത് കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ്റെ പേരാണ് രാജീവര് മുന്നോട്ട് വെച്ചത്. ഈ കത്ത് നൽകിയ കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ അനാരോഗ്യം കാരണം ബോർഡിന് മുൻപാകെ രാജീവരെ കത്ത് നൽകിയിരുന്നു. കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബോർഡ് ചേർന്ന ഒരു 3 അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും 3 അംഗ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം തന്നെ അക്കിരമൺ കാളിദാസ് ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിലെ കണ്ഠരര് ബ്രഹ്മദത്തരുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രധാനമായും ബോർഡ് ഈ 3 അംഗ വിദഗ്ധ സമിതിയെ വെച്ചത് ബ്രഹ്മദത്തിന് ഇതിൽ താന്ത്രികപരമായിട്ടുള്ള യോഗ്യതകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നായിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബ്രഹ്മദത്തിനുമായുള്ള ഈ 3 അംഗ വിദഗ്ധ സമിതിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബ്രഹ്മദത്തൻ യോഗ്യനാണെന്നുള്ള കാര്യം നിലവിൽ ബോർഡിനെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിക്കുകയും ചെയ്തിരുന്നു. ആ ശുപാർശയാണ് ഇന്ന് ചേരുന്ന ബോർഡ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുകയും ചെയ്യുക. ഈ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതി അറിയിക്കും. ഹൈക്കോടതി ബെഞ്ചിന് മുമ്പാകെ ഈ തീരുമാനം അറിയിക്കാനാണ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ നീക്കം. അങ്ങനെയാണെങ്കിൽ ഇനി സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രധാനമായും ബോർഡ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുൻപിലേക്ക് ഈ പേര് നിർദ്ദേശിക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇതിനുശേഷം ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ഠരര് രാജീവരുടെ കേസുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കോടതിക്ക് മുമ്പാകെ പരിഹരിച്ചു എന്നുള്ള വാദം മുൻനിർത്തി ബോർഡിന് അതിൽ നിന്ന് തലയുയരാൻ കഴിയും. അങ്ങനെ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബോർഡിന് ആ പ്രശ്നത്തിൽ നിന്ന് തലയുയരാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളും നിയമവശങ്ങളും നോക്കിയാണ് ബോർഡ് ഇത്തരത്തിൽ ബ്രഹ്മദത്തിന് അല്ലെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടി ഒരു 3 അംഗ വിദഗ്ധ സമിതി നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും 3 അംഗ വിദഗ്ധ സമിതിയുടെ ശുപാർശ ഇന്ന് ചേരുന്ന ബോർഡ് യോഗം പരിഗണിക്കും. അശ്വതി, അമൽ.